ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ അംഗനവാടികളിൽ ഓഗസ്റ്റ് 15-ന് നമ്മൾ ഫ്ലാഗ്, അതായത് പതാക ഉയർത്തുന്ന ഒരു ചടങ്ങ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ പതാക ഉയർത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അംഗനവാടികളിൽ നമ്മുടെ അംഗനവാടി ബെനിഫിഷ്യറീസ് വരികയും അവരുടെ അമ്മമാരും കുട്ടികളൊക്കെ വന്ന് പതാക ഉയർത്തി സ്വീറ്റ്സൊക്കെ കൊടുത്ത് നമ്മളൊരു പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് പോകാറുണ്ട്, അറിയാലോ. അപ്പോൾ ഈ വർഷം അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സെൽഫി എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അംഗനവാടി തലത്തിൽ നാളെ ചെയ്യേണ്ട ഒരു പ്രധാന പ്രവർത്തനം എന്താണ്, ആ പ്രവർത്തനം എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ ഇതിലൂടെ പോർട്ടലിലേക്ക് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. കാരണം നമുക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ആ ഓർഡറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ആ ഓർഡറിൽ പറയുന്ന ഈ കാര്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് പൂർണ്ണമായിട്ട് കാണാം. അതിന് ശേഷം അതനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഹർഘർ തിരങ്ക, അതായത് ഓഗസ്റ്റ് 15-നാണ് നമ്മൾ ഈ ഹർഘർ തിരങ്ക എന്നുള്ളൊരു പ്രവർത്തനം നമ്മൾ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ കാണാം, ഒരു കുട്ടി കൊടി പിടിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ അംഗനവാടി കുട്ടിയുടെ കയ്യിലും കൊടി ഏന്തിക്കൊണ്ട് അല്ലെങ്കിൽ കൊടി പിടിച്ചുകൊണ്ടുള്ളൊരു നമുക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഇതിലൂടെ പറയണത്. അപ്പോൾ നമുക്കറിയാം, ഹർഘർ തിരങ്ക എന്ന പേരിലാണ് ഇതിനറിയപ്പെടുന്നത്. ഓക്കെ, ഈ പ്രവർത്തനത്തിന് അത് ഓഗസ്റ്റ് 15 നമുക്ക് അംഗനവാടികളിൽ അതിൻ്റെ പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർഡർ ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കാരണം വനിതാ ശിശു വികസന വകുപ്പ് ഹർഘർ തിരങ്ക വകുപ്പിൻ്റെ കീഴ് കാര്യാലയങ്ങളിൽ 2025 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് അതിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അംഗനവാടികളിലും നമ്മൾ എന്ത് ചെയ്യണം, അംഗനവാടികളിലും ഓഫീസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ദേശീയ പതാക ഉയർത്തണം. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ദേശീയ പതാക ഉയർത്തുക. ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുക. നമ്മളെന്തായാലും നമ്മൾ കൊടിമരത്തുമ്പോൾ ദേശീയ പതാക ഉയർത്താറുണ്ട്, ഫ്ലാഗ് ഉയർത്താറുണ്ട്. അപ്പോൾ അത് ഉയർത്തണം. ദേശീയ ഗാനങ്ങൾ, അതായത് ഉയർത്തുന്ന സമയത്ത് നമ്മൾ ആ ദേശീയ ഗാനം ആലപിക്കണം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് മധുര പലഹാരങ്ങൾ നൽകുക. അറിയാമല്ലോ, നമ്മൾ മിഠായിയോ ലഡ്ഡു കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ ദേശീയ പതാകയോടൊപ്പം ഉള്ള ഫോട്ടോ എടുക്കുക. അതായത് ദേശീയ പതാകയുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം, ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സമയത്തൊക്കെയുള്ള നമ്മൾ ഫോട്ടോസ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, കുട്ടി കയ്യിൽ ഫ്ലാഗ് പിടിച്ചിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാം. അതായത് ദേശീയ പതാകയുടെ അടുത്ത് നിന്നുകൊണ്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒപ്പം തന്നെ കുട്ടി ഫ്ലാഗ് കയ്യിൽ പിടിച്ചിട്ടുള്ള ഫോട്ടോയും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പതാകയോടൊപ്പമുള്ള സെൽഫി www.harghar-tiranga.com എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. ഈ ഒരു പോർട്ടലിൽ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യാൻ വേണം. പതാകയോടൊപ്പമുള്ള സെൽഫി www.harghar-tiranga.com എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്നിട്ടുള്ള ഓർഡർ അനുസരിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നാളെ അംഗനവാടിയിൽ പ്രാവർത്തികമാക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ദേശീയ പതാക നോർമൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അംഗനവാടികൾ ദേശീയ പതാക ഉയർത്തുക. അതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ദേശീയ ഗാനം ആലപിക്കുക. അപ്പോൾ നമ്മളതിൽ കണ്ടായിരുന്നു, ദേശീയ പതാകയോടൊപ്പമുള്ള അല്ലെങ്കിൽ ദേശീയ പതാക പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേശീയ പതാകയുടെ അടുത്ത് നിന്നിട്ടുള്ള സെൽഫിയൊക്കെ എടുക്കാൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെ അതിൻ്റെ കുറച്ച് മോഡലുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെയുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ ഈ കുട്ടി ദേശീയ പതാക പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് മോഡലുകളാണ്. ഇതുപോലെ നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ ദേശീയ പതാക പിടിച്ചുകൊണ്ട് അംഗനവാടി നമ്മുടെ ബെനിഫിഷ്യറിയായ കുട്ടികൾ ദേശീയ പതാക പിടിച്ചുകൊണ്ടുള്ള ഇതുപോലുള്ള ഫോട്ടോകൾ എടുക്കാൻ പറയാം. പേരൻറ്റും കുട്ടിയും കൂടിയുള്ളതുണ്ട്, കുട്ടികൾ 2 പേര് കൂടി ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് എടുക്കാം. നമുക്ക് കുട്ടികൾ നാളെ വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ അതിന് വേണ്ടി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി, മോഡൽ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഇമേജസ്, പതാക പിടിച്ചുകൊണ്ടുള്ള കുട്ടികളുടെ ഇമേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു മോഡലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇത്തരം ഫോട്ടോസ് നിങ്ങൾ എടുക്കുക. അതെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ ഫോട്ടോസ് നിങ്ങൾ ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് പോഷൺ അഭിയാൻ്റെ ഭാഗമായിട്ട് സെക്ടർ തലത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം, അറിയാമല്ലോ. അതുപോലെ സൂപ്പർവൈസർ ലെവൽ, അതായത് നിങ്ങളുടെ അതാത് പഞ്ചായത്ത് തലത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടായിരിക്കും. ആ ഗ്രൂപ്പുകളിലൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കുക. നിങ്ങൾ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഫോട്ടോസ് എടുത്ത് അയക്കണ സമയത്ത് ഓരോരുത്തരും 10ഉം 20ഉം ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങളത് കൊളാഷായിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക.
ഞാൻ ഈ വീഡിയോയിലൂടെ അത് പറയാൻ കാരണം നിങ്ങൾ ഏതൊരു ICDS ആയിക്കോട്ടെ, ഏത് ഓഫീസ് ആയിക്കോട്ടെ, ഏത് പഞ്ചായത്ത് ആയിക്കോട്ടെ, ഏത് അംഗനവാടി ആയിക്കോട്ടെ, നിങ്ങൾ ഫോട്ടോസ് എപ്പോഴും കൊളാഷ് ആക്കിയിട്ട് ഒരുപാട് ഒറ്റ ഫോട്ടോകളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമുക്കറിയാം 10 കുട്ടികളുണ്ടെങ്കിൽ 10 ഫോട്ടോ അയക്കുമ്പോൾ അതുപോലെ എല്ലാവരും അയച്ച ഒരുപാട്, അതുകൊണ്ട് 10ഉം കൂടി ഒറ്റ പിക്കായിട്ട് നിങ്ങൾക്ക് പറ്റില്ല, കൊളാഷ് ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ 10 കൂടി ഒരുമിച്ചാക്കിയിട്ട് അയക്കാം കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ തന്നെ അയക്കാം, ഗ്രൂപ്പുകളിലേക്ക് അയക്കാൻ മാത്രമല്ല ഈ സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ WW ഞാൻ പറഞ്ഞു തന്നില്ലേ, ഞാൻ ആ സൈറ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ട www.harghar-tiranga.com എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. കണ്ട www.harghar-tiranga.com എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹർഘർ തിരങ്ക എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണതിനകത്ത് നമുക്കത് ഓപ്പണായി വന്നിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായി ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ചെയ്തു തരാം. ഇന്ന് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്യും, പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണതിൻ്റെ സെക്ഷൻ്റെ കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അയക്കുന്ന സമയത്ത് നിങ്ങളത് കണ്ടിട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തി വയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക്